made you as a host and welcome to Malayalam session. You are welcome. Please. നന്ദി അജിനി ഡോക്ടർ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2052 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ മഷൂദ് BHMS DAQ, റിട്ടയർഡ് മെഡിക്കൽ ഓഫീസർ, ആയുഷ് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് കേരള, 30 വർഷത്തിലധികം ചികിത്സാനുഭവങ്ങൾ, അൺവീൽഡ് മൈക്രോ സീക്രട്സ് ഓഫ് ഹോമിയോ ആൻഡ് ഹെർബൽസ്, മനുഷ്യ ശരീരത്തിലെ മൂലകങ്ങൾ എന്നീ 2 പുസ്തകങ്ങളുടെ രചയിതാവ്, കൃഷിയും ഹോമിയോപ്പതിയും എന്ന വിഷയത്തിൽ റിസർച്ച് ഇഷ്ടകാര്യം, സസ്യങ്ങൾക്ക് ഹോമിയോപ്പതി, അനുബന്ധ പഠനങ്ങൾ, ഔഷധ പ്രവർത്തന തത്വം 2ാം ഭാഗമാണ് ഇന്ന് ഡോക്ടർ ക്ലാസ് എടുക്കുന്നത്. ഈ ക്ലാസ് എടുക്കുന്നതിലേക്ക് മഷൂദ് ഡോക്ടറെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. മഷൂദ് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്തോളൂ. കേൾക്കാമല്ലോ? കേൾക്കാം. ഷെയറിങ്ങിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട് ഡോക്ടറെ. ഷെയറിങ് ഇത് കേൾക്കാമോ? ഷെയറിങ് വരുന്നുണ്ടോ? വരുന്നുണ്ട്. ഷെയറിങ് കണ്ടല്ലോ ഡോക്ടറെ. IFPHന്റെ ഈ ഫോറത്തിലെ എന്നെ കേൾക്കാൻ ഇരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഡോക്ടേഴ്സിനും എൻ്റെ നമസ്കാരം. ഈ IFPHന്റെ 29-ാമത് 30 ആണ്, വ്യക്തമാകുന്നില്ല എൻ്റെ ക്ലാസ്. ഇന്നത്തെ ദിവസത്തിന് ഏറ്റവും വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2025 ഏപ്രിൽ 14 എൻ്റെ ആദ്യത്തെ ക്ലാസ് ഈ ഫോറത്തിലുണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് ഏതാണ്ട് ഒരു 1.5 മാസമായി ഞാൻ ഇതിനകത്ത് വരുന്നില്ല. ഇത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അവസാനം ലാസ്റ്റിൽ ഞാൻ അതിനെപ്പറ്റി പറയാം. അതിനുശേഷം ഇന്ന് വീണ്ടും എൻ്റെ ക്ലാസ് തുടരുകയാണ്. ഈ സസ്യങ്ങൾക്ക് ഹോമിയോപ്പതി, അനുബന്ധ പഠനങ്ങൾ, പ്രവർത്തന തത്വം, മോഡസ് ഓപ്പറാൻഡി, ഇതാണ് ഇന്നത്തെ സബ്ജക്റ്റ്. ഇതിൻ്റെ ആദ്യത്തെ ഭാഗം ഞാൻ കഴിഞ്ഞ മാസം, ഇത് 2 മാസങ്ങൾക്ക് മുമ്പ് എടുത്തിരുന്നു. അതിനുശേഷം കുറച്ച് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ വന്നുപോയതുകൊണ്ട് എടുക്കാനും ബാക്കി ചോദിക്കാനും ഒന്നും പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗം തുടരാം. ഞാൻ ഈ ഷെയർ ചെയ്യുന്നത് കാണുന്നുണ്ടോ എന്ന് കൂടി പറഞ്ഞാൽ. ഞാൻ ആദ്യമായിട്ട് ഇതിനകത്തൊരു പ്ലാന്റിന്റെ ഇതാണ് വെറുതെ കാണിക്കുകയാണ്. ഇതൊന്നും നമ്മുടെ ഇതിനകത്ത് വരുന്നതല്ല. ഞാൻ മുമ്പ് കാണിച്ചിട്ടുള്ള ഒരു ഇതാണ് നമ്മുടെ ഹോമിയോ ഔഷധം കൊണ്ട് റിവൈവ് ചെയ്തെടുത്ത ഒരു ഓൾഡ് പ്ലാന്റ് ആണിത്. ഇത് ഒരു പ്ലാന്റ് കംപ്ലീറ്റ് ആയിട്ടും ഇതിന്റെ ലൈഫ് സ്പാൻ ഏതാണ്ട് തീർന്നു. 3-3.5 വർഷം കഴിഞ്ഞതിന് ശേഷം അതിന്റെ മൂട് അടി ഭാഗത്ത് നിന്ന് മുറിച്ച് മാറ്റിയിട്ട് അല്പം പച്ച ഉണ്ടായിരുന്ന ഭാഗത്ത് മരുന്ന് അപ്ലൈ ചെയ്തു. എന്നിട്ട് ആ തിളരുകൾ നന്നായിട്ട് തിളർത്ത് കണ്ടു. വളർന്നു വന്ന് അതിന് ശേഷമുള്ള ഒരു ഇതാണ് ഈ കാണുന്നത്. ഇത് മൂവ് ചെയ്യുന്നില്ല പൈസ. മൗസ് ഉണ്ട്. ഓക്കെ, ഇതാണ് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. നോക്കണം, നമ്മുടെ ഈ മെഡിസിൻ അപ്ലൈ ചെയ്തതിന് ശേഷം അതേ പ്ലാന്റ് നല്ലവണ്ണം തഴച്ച് വളരുകയും അത് നന്നായിട്ട് പൂക്കുകയും ചെയ്തു. അപ്പൊ ഇതില് ഞാനൊരു പ്രവർത്തന തത്വം എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതില് വീണ്ടും ഒരു കാര്യം കൂടി പറയാനാണ് ഈ മുളക് ഇന്ന് ഇവിടെ കാണിക്കുന്നത്. അതായത് ഇത് കായ്ക്കാനായിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഒരു പദ്ധതി ഞാൻ കണ്ടെത്തിയത്. കുറച്ച് മുഞ്ഞ ഇതിന്റെ പുറത്തുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ മുഞ്ഞയും ആഴ്സനിക്കാൽബ് 30 എന്ന് പറയുന്ന ഒരു ഔഷധം, നമ്മുടെ ഔഷധത്തിന്റെ ഒരു 10-20 തുള്ളിയും കൂടി മിക്സ് ചെയ്ത് ഒന്ന് ട്രൈച്ചുറേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കുറച്ച് വെള്ളത്തിൽ അലിയിച്ച് അത് സ്പ്രേ ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു മാറ്റം വളരെ പെട്ടെന്ന് പൂക്കുകയും ധാരാളം കായ്ക്കുകയും ചെയ്തത്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ കണ്ട കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നിങ്ങൾക്ക് അറിവിലേക്കായി പറഞ്ഞതാണ്. ഞാനിപ്പോ ഒരു ഒന്നുകൂടെ പറയാമോ ഇത് എങ്ങനെ ട്രൈച്ചുറേറ്റ് ചെയ്തത്? ആഴ്സാൽബ് 30യും ഇത് ആഴ്സാൽബ് 30 എന്ന് പറയുന്ന ഒരു മെഡിസിനും ഇതിന്റെ പുറത്ത് ഈ മുളകിൽ തന്നെ ഉണ്ടായിരുന്ന കുറച്ച് മുഞ്ഞ ഓൾഡ് പ്ലാവിന്റെ വളരെ പഴകി നിന്നപ്പോൾ
അതിൽ കുറച്ച് മുന്നേ ഇലകളിൽ ഉണ്ടായിരുന്നു. ആ അടിവശത്തെ ചില ലീഫിൽ ഇപ്പോഴും കാണാം. അതുമായി ചേർത്ത് ആ മുന്നേ ചുരണ്ടി എടുത്തിട്ട് അതും ആഴ്സനിക് ആൽബുമായി ചേർത്ത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഇത് മൂവ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ്. അപ്പൊ അത് അതുമായി ചേർത്ത് ഞാൻ ട്രൈച്ചുറേറ്റ് ചെയ്തിട്ട് അത് ഷുഗർ മിൽക്കുമായിട്ട് ചേർത്ത് ട്രൈച്ചുറേറ്റ് ചെയ്ത് ഈ ആഴ്സനിക് ആൽബ് 30 മിക്സ് ചെയ്ത് നന്നായിട്ട് ഷേക്ക് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് ഒരു 5-10 തുള്ളി എടുത്ത് വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു കായ് പെട്ടെന്ന് കണ്ടത്. ഇത് പറയാൻ വേണ്ടിയാണ്. അതായത് ഒരു പ്രോട്ടീനേഷ്യസ് പാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഭാഗവും പിന്നെ ഒരു ഡൈനാമിക് ആയിട്ട് നമ്മുടെ ഹോമിയോ മെഡിസിനും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ വഴി ഉണ്ടായ ഒരു സംതിങ് ആണ് ഇതിന് കാരണമായത്. ഇത് ഞാൻ വേറെ ചില പരീക്ഷണങ്ങളിലും ഇത് കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് വേറെ ആർക്കെങ്കിലും അറിയണമെങ്കിൽ നമുക്ക് പിന്നീട് അറിയാം. എന്തായാലും ഈ വലിയൊരു വൈതരണി ഒരു പുതിയ ഒരു അറിവിലേക്കാണ് എനിക്ക് വഴിതെളിച്ചത്. കൂടുതൽ കായ്ക്കുന്നതിന് ഇങ്ങനെ ഒരു പ്രോട്ടീൻ്റെ ആവശ്യം നമുക്ക് അമിനോ ആസിഡ്സുമായിട്ട് മിക്സ് ചെയ്തും ഒരുപക്ഷെ കെമിക്കൽസിന് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ചേഞ്ചസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഇത് വേറൊരു പുസ്തകത്തിൽ ഞാൻ ഇതിനെ ഈ ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിൻ്റെ ഒരു സ്ഥിതി വിശേഷം ഇത്തരത്തിലുള്ള കെമിക്കലും പ്രോട്ടീനുമായിട്ട് എന്ന് പറഞ്ഞ് ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ വായിക്കാനിടയായി. അത്തരത്തിലുള്ള ഒരു ചേഞ്ച് ആണോ ഇതിൽ വന്നത് അതോ പെട്ടെന്നുണ്ടായത് എന്നെനിക്കറിയില്ല. ഞാൻ ഈ മുളകിനെ പ്രത്യേകമായി അങ്ങനെ വീക്ഷിച്ചു വന്നിരുന്നു, അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. നെക്സ്റ്റ്, ഇത് എൻ്റെ മഷിത്തണ്ടാണ്. ഞാൻ സാധാരണയായിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മഷിത്തണ്ടാണ്. ഇപ്പോൾ മഷിത്തണ്ട് ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലായ്പ്പോഴും സുലഭമല്ല, എന്നാലും ഈ സീസണിലെ മഴ കഴിഞ്ഞുള്ള സീസണും പിന്നെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എപ്പോഴും ഉണ്ടാകാവുന്നതാണ്. പിന്നെ ചെറിയ ബോട്ടിലിൽ തന്നെ ഇതിനെ സൂക്ഷിച്ച് ഇതിൽ നിന്ന് നമുക്ക് മരുന്ന് അപ്ലൈ ചെയ്ത് പരീക്ഷണത്തിന് വിധേയമാക്കാൻ എളുപ്പമുള്ള ഒരു സസ്യമാണ് മഷിത്തണ്ട്. ഇത് വേഗം ഇത് റൂട്ട് വഴി അബ്സോർബ് ചെയ്യും. റൂട്ടിന് വരുന്ന ചേഞ്ചസ് അറിയാം. റൂട്ട് ചീഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ കൂടുതൽ നാൾ നിൽക്കുന്ന മെഡിസിൻ ആയിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള കണ്ടെത്തലുകൾക്ക് വളരെ ഈസി ആയ ഒരു പ്ലാന്റ് ആണ് ഈ മഷിത്തണ്ട്. അതിനു വേണ്ടിയാണ് ഈ 3 പ്ലാന്റിന്റെയും ഈ കാര്യങ്ങൾ ഇരിക്കട്ടെ. ഇത് പാവലാണ്. അപ്പൊ ഞാൻ കൂടുതൽ പരീക്ഷണം നടത്തിയിട്ടുള്ള ഒരു സസ്യമാണ് പാവൽ. അതായത് കുക്കുർബിറ്റ, ഇതാണ് ഈ ബിറ്റർ കുക്കുംബർ എന്ന് പറയുന്നത്. ഇത് വളരെ സോഫ്റ്റ് ആയിട്ട് യാതൊരു വളവും കൊടുക്കാതെ എന്നാൽ മെഡിസിൻ മാത്രം കൊടുത്ത് വളർത്തിയ ഒരു സസ്യമാണിത്. ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ ഞാനൊരു ക്ലിനിക്കിന്റെ സൈഡിൽ നിന്നാണ് ഇതിനെ വളർത്തിയത്. ഈ ലീഫിന്റെ പ്രത്യേകത ഒന്നുകൂടി എടുത്തു പറയാനാണ്. അതായത് നമ്മുടെ ഹൈപ്പൊട്ടൻസി മെഡിസിൻസ് ഡൈല്യൂഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ പ്ലാന്റിലും ഒരേപോലെ അല്ല അതിന്റെ റിസൾട്ട് കാണുന്നത്. സൈലീഷ്യ എന്ന് പറയുന്ന പ്ലാന്റിനെ കുറിച്ച് ഞാൻ ധാരാളമായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. ലീഫിന്റെ ഈ ഗ്രീൻ ഡിസ്കളറേഷൻ പ്രത്യേകമായിട്ട് അറിയാം. അത് ഇപ്പൊ പറയാനായിട്ട് ഞാൻ പിന്നെ ഒരു കാരണമുണ്ട്. നമുക്ക് നിങ്ങൾ ഈ കാർഷിക സർവകലാശാലയുടെ ചില ബുക്കുകളിൽ നോക്കി അറിയാം, ഫോസ്ഫറസിന്റെ അധിക മാത്രയിലുള്ള ഫോസ്ഫറസിന്റെ ഡെഫിഷ്യൻസിയിൽ ഇങ്ങനെ ഒരു കാര്യം, ഈ ഗ്രീൻ കളർ വളരെ ടഫായിട്ടുള്ള ഗ്രീൻ കളർ വരുന്നതായിട്ട് കാണാം. അപ്പൊ സൈലീഷ്യയും ഫോസ്ഫറസും തമ്മിലുള്ള കോംപ്ലിമെന്ററി സൈഡ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോഴും ഞാൻ വീണ്ടും ഒരു ചെറിയ പോയിന്റ്, ഒരു പോസിറ്റീവ് റിസൾട്ടിന്റെ ഒരു ഭാഗത്തേക്കാണ് ഞാൻ ഈ പറഞ്ഞത്. അതായത് നമ്മുടെ സൈലീഷ്യ എന്ന് പറയുന്നതല്ല, ഹൈപ്പൊട്ടൻസീസ് ഉപയോഗിക്കുമ്പോൾ ജനറലി ഈ പ്രവർത്തന മേഖലയിൽ അല്ലെങ്കിൽ പ്രവർത്തനത്തിന്റെ ആ ദിശയിൽ ഒരു എക്സസ് ആണ് കാണുന്നത്. ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എനിക്കിത് പ്രത്യേകമായിട്ട് ഓരോന്നും വലിയ പോയിന്റ്സ് ആയിട്ടൊന്നും തൽക്കാലം കൊടുക്കാനുള്ള താല്പര്യം ഇല്ലാത്തതുകൊണ്ടല്ല, എനിക്ക് അതിന്റെ വഴികളും അവസരങ്ങളും ഒരുപാട് നിഷേധിക്കപ്പെട്ടതുപോലെ തോന്നുന്നതുകൊണ്ടാണ്. നിഷേധിച്ചിട്ട് നല്ല സമയം അനുവദിക്കുന്നില്ല. ഇപ്പൊ തന്നെ ഒരു 2 മാസമായിട്ട് ഒരു വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. ഞാൻ വീണ് എൻ്റെ കൈക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിട്ട് ഇപ്പം കൈ മുകളിലേക്ക് ഇങ്ങനെ ഉയർത്താൻ പറ്റുന്നില്ല. ശരിക്കും ഹാഫ് മൂവ്മെന്റ്സേ ഉള്ളൂ. വേറെ പ്രോബ്ലം ഒന്നും ഇല്ല. പിന്നെ കുറച്ച് മസിൽസിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ, ലിഗമെന്റിന്റെ വല്ലതും ഉള്ളൂ. എന്നാലും നന്നായിട്ട് വേദനിക്കുന്ന ഒരു 10-20 ദിവസം കടന്നുപോയി. അപ്പൊ അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ, അല്ലെങ്കിൽ ഞാൻ ഇതിനിടയ്ക്ക് പെട്ടെന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇത് തീർക്കുമായിരുന്നു സെക്കൻഡ്. ഇനി അടുത്തത് ഇത് പറയാനാണ്. ഇതും എൻ്റെ ഒരു പുതിയ എക്സ്പെരിമെന്റ് അല്ല, വളരെ ഓൾഡാണ്.
ഇത് നിങ്ങൾക്ക് അറിയാമല്ല, ഈ റിസിനസ് കമ്മ്യൂണിസ് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഈ കടല ആമണക്ക് എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. ഈ ആമണക്കിന്റെ പ്രത്യേകത എന്താണ്? ഈ സസ്യത്തിന്റെ തണ്ടിന് മറ്റേ പപ്പായയുടെ തണ്ട് പോലെ സോഫ്റ്റ് ആണ്. ഇതിൽ ഇഞ്ചക്ഷൻ ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പൊ എൻ്റെ വെയിൻസിലൊക്കെ ഞാൻ ഇഞ്ചക്ഷൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. കാലിഫോസ്, കാലിമൂർ, ഇത് രണ്ടും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ നമ്മുടെ ഈ പ്ലാന്റിൽ വഴിയാണ്. നോക്കൂ, ഇഞ്ചക്ഷൻ വാട്ടർ മാത്രം ഇഞ്ചക്ഷൻ ചെയ്തതിന് ശേഷം ഈ തണ്ടിന് അകത്തേക്കുള്ള വലിവ് കാണിക്കാൻ വേണ്ടിയാണ് ഈ പടം എടുത്തിരിക്കുന്നത്. ഈ പടത്തിന് ഈ റൗണ്ട് നടുക്ക് കാണുന്ന ഈ റൗണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ചിലന്തി വല പോലെ റൈറ്റ് ഇങ്ങനെ കാണുന്നത്. ഇത് സാധാരണ പ്ലാന്റിൽ ഇല്ല, ഒരു നോർമൽ പ്ലാന്റിലുള്ളതല്ല. ഇത് ഇഞ്ചക്ട് ചെയ്ത ലീഫിൽ വരുന്ന ഒന്നാണ്. അതുപോലെ ഇതിന്റെ വേറൊന്നുണ്ട്, അത് ഇതിന് പിക്ചർ കിട്ടാൻ പറ്റിയില്ല. ഞാൻ ഈ കൈയുടെ അസ്വാധീനം കാരണം എനിക്കിത് എടുത്തു വെക്കാൻ പറ്റാതെ വന്നു, അല്ലെങ്കിൽ ഞാൻ സെലക്ട് ചെയ്തത് നോക്കിയിട്ടും കാണുന്നില്ല. ഇതിന്റെ ഒറിജിനൽ പിക്ചർ ഉണ്ട്, കാലിമൂർ അപ്ലൈ ചെയ്തതും കാലിഫോസ് അപ്ലൈ ചെയ്തതും. കാലിഫോസ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ലീഫ് വളരെ നല്ല പുഷ്ടിയോടെ നിൽക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ വാട്ടറിലെ കാലിഫോസിന്റെ 200 2 ഡ്രോപ്പ് ഇട്ടിട്ട് 30 ആണ് ഞാൻ അപ്ലൈ ചെയ്തത്. 200 എനിക്കില്ലായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ 200 ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴേ കഴിച്ചേനെ. മറ്റേ ക്ലാസ്സിൽ സാറ് അദ്ദേഹം പറഞ്ഞു പ്രിവെൻഷനാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും പേടിയുള്ളതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ 200 വാങ്ങി കഴിച്ചേനെ. എനിക്ക് വാങ്ങാൻ കഴിഞ്ഞില്ല. അടുത്ത് തന്നെ 200ന്റെ ടെസ്റ്റും ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് 30 കാലിഫോസ് ചെയ്തതാണ്. ഇനി കാലിമൂറാണെങ്കിൽ ഇതിന്റെ ലീഫിന്റെ കേർലിംഗ്, ഈ ഹാഫ് കേർലിംഗ് വളരെ ഇതായിട്ട് കാണും. ഇത് ഞാൻ ഇപ്പോൾ അടുത്ത കാലത്താണ് ഒരു പുസ്തകത്തിൽ നിന്ന് പൊട്ടാഷ്യം ക്ലോറൈഡിന് എക്സസില്, പൊട്ടാഷ്യത്തിന്റെ എക്സസ് ക്ലോറിന്റെ എക്സസില് ഇങ്ങനെയുള്ള ഒരു ഇഫക്റ്റ് കാണും എന്ന് ഒരു പുസ്തകത്തിൽ കാണാനിടയായി. പക്ഷെ ഞാനിത് എൻ്റെ സ്വന്തം എക്സ്പെരിമെന്റിൽ ഇത് നേരത്തെ കണ്ടു. പകുതി ലീഫ് എപ്പോഴും കർലിങ്ങും ലീഫിൽ വരുന്ന ഡിഫക്റ്റും സാധാരണയാണ് കാലിമൂറിന്റെ പ്രത്യേകതയാണ്. അപ്പൊ അത് പറയാൻ വേണ്ടിയാണ്. ഇത് ആമണക്ക് അഥവാ റിസിനസ് കമ്മ്യൂണിസ് എന്ന് പറയുന്ന പ്ലാന്റിന്റെ ലീഫാണ്. ഇനി എൻ്റെ പ്രധാന ക്ലാസ്സിലേക്ക് കടക്കാം. അതായത് ഈ ഫൈറ്റോ കെമിക്കൽസ് ആണ് അതിന്റെ ബാക്കിയായിട്ട്, കഴിഞ്ഞ ക്ലാസ്സിന്റെ ബാക്കിയായിട്ട് എനിക്ക് പറയാൻ ഉള്ളത്. ഈ ഫൈറ്റോ കെമിക്കൽസിലെ മേജർ ഈ ഫൈറ്റോ കെമിക്കൽസ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ഞാൻ കൂടുതൽ ലഘുവായിട്ട് തന്നെ എല്ലാം പറഞ്ഞു പോകാം. നമ്മുടെ ഈ സസ്യങ്ങളിൽ കാണുന്ന ഇത്തരത്തിലുള്ള എല്ലാ കെമിക്കൽസും അതിന്റെ പ്രോഡക്ട്സും ബൈ പ്രോഡക്ട്സും എല്ലാത്തിനെയും കൂടി ഫൈറ്റോ കെമിക്കൽസ് എന്ന് പറയാറുണ്ട്. എന്തിനാണ് ഈ ഫൈറ്റോ കെമിക്കൽസ് പ്ലാന്റ്സ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് കൂടി ഞാൻ പറയാം. അത് ഈ ഫൈറ്റോ കെമിക്കൽസ് യഥാർത്ഥത്തിൽ അവയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഈ പ്ലാന്റ്സ് ഉപയോഗിക്കുന്നത്. ആൽഗെ, ഫംഗസ്, ബാക്ടീരിയ, മറ്റു രോഗങ്ങൾ, അതുപോലെ തന്നെ അതിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ചുറ്റുപാടിൽ വരുന്ന വ്യതിയാനങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ഈ ഫൈറ്റോ കെമിക്കൽസ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഫൈറ്റോ കെമിക്കൽസിലെ മേജർ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് ഒന്ന് ആൽക്കലോയിഡ്സ് ആണ്. നമ്മളെല്ലാം പഠിക്കാൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്, നമുക്കറിയാം. പക്ഷെ നമ്മൾ ഇതെല്ലാം നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ ഈ ഫാർമസി അത്ര കാര്യമായിട്ട് വരാത്തത് കൊണ്ട് നമ്മൾ തഴയുന്നു. പക്ഷെ നമ്മൾ അത് കൂടുതൽ ആ കണക്കിന് ശ്രദ്ധിച്ച് അതിൻ്റെ ഉപയോഗങ്ങളും കാര്യങ്ങളും കൂടി നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടി നല്ലതായിരിക്കും. അപ്പോൾ അത് കൂടി പറയാനാണ്. അപ്പൊ ഇതില് ആൽക്കലോയിഡ്സ് എന്ന് പറയുന്നത് ഈ പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്ട്സിൽ നൈട്രജൻ ബെയറിംഗ് കോമ്പൗണ്ട്സ് ആണ് ആൽക്കലോയിഡ്സ്. മറ്റു ആൽക്കലോയിഡ്സ് ഇല്ല എന്ന് പറയാം, നൈട്രജൻ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ നൈട്രജൻ എന്ന് പറഞ്ഞാൽ അറിയാം, ലൈഫിന്റെ പ്രധാനപ്പെട്ട ഘടകം നൈട്രജൻ ആണ്. ഈ നൈട്രജൻ ഉള്ള ഒരു കോമ്പൗണ്ട്സ് ആണ് ആൽക്കലോയിഡ്സ് വരുന്നത്. നല്ല ഫിസിയോളജിക്കലും ഫാർമക്കോളജിക്കൽ ആക്ഷനുള്ള പദാർത്ഥങ്ങളാണ് ആൽക്കലോയിഡ്സ്. ഇവയ്ക്ക് പിന്നെ ഇവയിൽ ഏതൊക്കെയുണ്ട്? മോർഫീൻ കേട്ടിട്ടുണ്ട്, എഫഡ്രിൻ, സ്ട്രിച്ചിനിൻ, നിക്കോട്ടിൻ. ഈ മോർഫീൻ എന്ന് പറയുന്നത് പെയിൻ കില്ലറാണ്, നല്ല അതൊരു ഇതാണ്, ആൽക്കലോയിഡാണ്. എഫഡ്രിൻ ആസ്മ പോലുള്ള പേഷ്യൻസിന് ഡയറക്റ്റായിട്ട് IV എല്ലാം കൊടുക്കുന്നു. അപ്പോൾ തന്നെ നല്ല റിലാക്സ്, ഈ റെസ്പിറേറ്ററി പാസേജ് ഉണ്ടാകുന്ന എഫഡ്രിൻ, അതും ഓരോ ആൽക്കലോയിഡ്. ഇതിൻ്റെ എല്ലാം സിന്തറ്റിക് ആയിട്ടുള്ള പ്രോഡക്ട്സും ഉണ്ട് ഇപ്പോൾ. സ്ട്രിച്ചിനിന്റെ അതുപോലെ നമുക്കറിയാം, നെക്സോമിക്ക എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിസണസ് ഘടകമാണ് സ്ട്രിച്ചിനിൻ. ഹൈലി പോയിസണസ് ടു എസ്പെഷ്യലി സെൻട്രൽ നെർവസ് സിസ്റ്റം, ദാറ്റ് ഈസ് പിന്നെ ഈ സുഷുമ്ന ആണ് ഇതിന്റെ പ്രധാന ടാർഗറ്റ് സ്ട്രിച്ചിനിന്റെ. നിക്കോട്ടിൻ അറിയാം, പുകയിലുള്ളതാണ്. ക്യുനൈൻ, നമ്മുടെ സിങ്കോണായിലുള്ള ക്യുനൈൻ മലേറിയൽ ഡിസീസിനും ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. മന്ദരോഗത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന ഈ ക്യുനൈൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ്, അറിയാം. കൊക്കൈൻ അറിയാം, കൊക്ക എന്ന് പറയുന്ന പ്ലാന്റിൽ നിന്ന് കൊക്കൈന്
എടുക്കുന്നു. ഈ കൊക്ക എന്ന് പറയുന്ന കൊക്കോകോള ഉപയോഗിക്കുന്നതല്ല ഈ കൊക്കൈൻ. കൊക്കൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊരു പ്ലാന്റ് ആണ്. അതിൽ നിന്നാണ് കൊക്കൈൻ എടുക്കുന്നത്. ഈ നാർക്കോട്ടിക് കൊക്കൈൻ എന്ന് പറയുന്നത് നമ്മുടെ കൊക്ക എന്ന് പറയുന്നതല്ല. കൊക്കയിലുള്ളത് തിയോബ്രോമിൻ എന്ന് പറയുന്ന സാധാരണയാണ് കൊക്കയിലുള്ളത്. കൊക്കോ കോള എന്ന് പറയുന്ന കൊക്കോ, ഇത് കൊക്കൈൻ. ഇനി അട്രോപ്പിൻ, നമുക്കറിയാം ബെലഡോണയിലുള്ള അട്രോപ്പിൻ. കഫീൻ, കോഫിയിലുള്ള കഫീൻ. തീയിലും ചെറിയ തോതിൽ കഫീൻ ഉണ്ട്. കൊഡീൻ എന്ന് പറയുന്നത്